സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. മകളെ, നിങ്ങൾക്കറിയാം നമ്മുടെ ഓണം എക്സാമിന് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് എത്താനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വർഷം വരും. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരും. അതേപോലെ തന്നെ പ്രസ്താവന കാരണം സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് പുതിയൊരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും നമ്മുടെ സൈലന്റ് കാണുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മിസ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസ്താവന കാരണം സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം 100% നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയതിൽ ഈ ഒരു ചോദ്യം ഉണ്ട്. ഇത് ചെയ്യാൻ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു പ്രസ്താവന, ഒരു കാരണം തന്നിട്ടുണ്ടാവും, ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും തന്നിട്ടുണ്ടാവും. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. 8 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിലെ പാലിന്റെ അളവ് 8/6 ലിറ്റർ ആണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഇഫ് 8 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 ഐഡന്റിക്കൽ ബോട്ടിൽസ്, ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻസ് 8/6 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. ഇവിടെ നോക്കുക, നമ്മുടെ കയ്യിൽ 8 ലിറ്റർ പാലുണ്ട്. ഈ 8 ലിറ്റർ പാലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 കുപ്പികളിൽ നിറയ്ക്കുന്നു. 6 1 2 3 4 5 6 അല്ലെ? 8 ലിറ്റർ പാല് 6 കുപ്പികളിൽ നിറയ്ക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ, ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ 8 ലിറ്റർ പാല് 6 കുപ്പികളിൽ നിറയ്ക്കുമ്പോൾ ഓരോ കുപ്പിയിലും 8 ലിറ്റർ ഡിവൈഡഡ് ബൈ 6, 8 ലിറ്റർ ഡിവൈഡഡ് ബൈ 6, 8 ലിറ്റർ ഡിവൈഡഡ് ബൈ 6, 8 ലിറ്റർ ബൈ 6, 8 ലിറ്റർ ബൈ 6, 8 ലിറ്റർ ബൈ 6. ഓരോ കുപ്പിയിലും 8/6 ലിറ്റർ ഓഫ് പാല് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ട്രൂ ആണ് അല്ലേ? 8 ലിറ്റർ പാല് 6 കുപ്പികൾ നിറച്ചാൽ ഓരോ കുപ്പിയിലും 8/6 ലിറ്റർ ഉണ്ടായിരിക്കും. ശരിയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ്, ആ പ്രസ്താവന കൃത്യമായിട്ട് വായിച്ചു നോക്കുക, ചെയ്തു നോക്കുക. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് കാരണം വായിക്കുക. കാരണം നോക്കുക, 8/6 എന്നാൽ 6നെ 8 ഭാഗിച്ചതിൽ 1 ആണ്. ഓക്കെ, 8/6 മീൻസ് 6 is equally divided by 6. ആണോ? 6 equally divided by 8. ഇതാണോ 8/6 എന്ന് പറഞ്ഞാൽ? അല്ല. നമ്മളുടെ റീസൺ എന്ന് പറയുന്നത് തെറ്റാണ്. തെറ്റ്, റോങ് അല്ലെങ്കിൽ ഫോൾസ് എന്ന് നമുക്ക് പറയാം. ഫോൾസ് എഴുതാം, ഫോൾസ്. അപ്പൊ ഇവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, റീസൺ തെറ്റാണ്. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ 4 ഉണ്ടാവും. നോക്കാം. ഒന്നാമത്തത്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ കറക്റ്റ് ആണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ് ആണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. യെസ്, നമ്മളുടെ ഉത്തരം സി ആണ്. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അല്ലേ? ഇതിൽ പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ മക്കളെ, നിങ്ങൾ എന്തായാലും നിർബന്ധമായും ഈ പ്രസ്താവന കാരണം ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിക്കുക, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. റീസൺ കൃത്യമായിട്ട് വായിക്കുക, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഉത്തരമായി. ഇത്രേ ചെയ്യാനുള്ളൂ. ഇതറിയാതെ എക്സാം ഹാളിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾ പെട്ടുപോയേനെ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് ഇത് പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ വീഡിയോ നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിൽ പലർക്കും ഈ ഒരു കാരണം ചെയ്യാൻ അറിയണ്ടാവില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പുതിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിൽ പലർക്കും ഇത് ചെയ്യാൻ അറിയണ്ടാവില്ല. അപ്പൊ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. എല്ലാവരോടും നിർബന്ധമായും കണ്ടിരിക്കാനും പറയാം. എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്.